ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എൻ്റെ ഇന്നത്തെ കഥ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, എന്നോട് എൻ്റെ സുഹൃത്ത് എപ്പോഴും ചോദിക്കാറുണ്ട്, എടി നീ എന്താടി എപ്പോഴും നിന്റെ അമ്മാമ്മയുടെ വീട്ടിൽ താമസിക്കുന്നത്? നീ എന്താ നിന്റെ വീട്ടിൽ പോവാത്തെ? എനിക്ക് നിന്റെ അമ്മയെ കാണണ്ടേ? അപ്പോൾ അതിൻ്റെ കാരണം എന്ന് പറയുന്നത്, എൻ്റെ വീട്ടിൽ എന്ന് പറയുന്നത് എനിക്ക് ഒട്ടും തന്നെ ഫ്രീഡം ഉണ്ടായിരുന്നില്ല. കാരണം എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല. പക്ഷേ എൻ്റെ അമ്മാമ്മയുടെ വീട്ടിലായത്, അതായത് അച്ഛൻ്റെ അമ്മയുടെ വീട്ടിലാവുമ്പോൾ എനിക്കുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, എനിക്ക് അവിടെ ആ വീട്ടിൽ ആരെ കയറ്റിയാലും, അതായത് ഏത് ആൺപിള്ളേരെ കയറ്റിയാലും, ഏതൊരാളടുത്ത് കൂടെ പോയാലും ഒക്കെ തന്നെ എൻ്റെ അമ്മാമ്മ അറിയത്തില്ല. അമ്മാമ്മക്ക് സുഖമില്ലാത്തതാണ്. അപ്പോൾ നമുക്ക് നേരെ കഥയിലോട്ട് കിടക്കാം. എന്താന്ന് വെച്ചാല്, എന്റെ എനിക്ക് ഈ വീട്ടിൽ ഒട്ടും തന്നെ ഫ്രീഡം ഉണ്ടായിരുന്നില്ല. ഞാനെന്ന് പറയുന്നത് കാണാൻ നല്ല ഭംഗിയുള്ള കൊച്ചായിരുന്നു. എനിക്ക് ഓരോ ദിവസവും ഓരോ ആൺകുട്ടികളായിരുന്നു എനിക്ക് മെസ്സേജ് അയക്കാറും എന്നോട് വന്ന് മിണ്ടും. അതായത്, എനിക്ക് നിന്നെ ഇഷ്ടമാണ്, എനിക്ക് നിന്നെ ലവ് ആക്കാൻ താല്പര്യമാണ്, നീ ഒന്ന് എൻ്റെ ലവറായിട്ട് ഇരിക്കോ എന്നൊക്കെ. നീ എൻ്റെ ലവറായിട്ട് ഇരിക്കോ എന്ന് പറയുന്നതിൽ എന്നോട് പറയാല്, ഞാൻ നിന്റെ ലവർ ആയിക്കോട്ടെ എന്നായിരുന്നു എന്നോട് ചോദിക്കാറുണ്ടായിരുന്നത്. ഞാൻ പറയും, അയ്യോ ലവ് ആക്കിയിട്ട് ഒരു കാര്യമില്ല. എന്താന്ന് വെച്ചാല്, എന്തിനും, അതായത് നേരിട്ട് കാണാൻ പോലും പറ്റത്തില്ല. എപ്പെങ്കിലും സ്കൂളിൽ നിന്ന് കാണുന്നല്ലാണ്ട് വേറെ നമുക്ക് നേരിട്ട് കാണാൻ പറ്റത്തില്ല. എനിക്കപ്പോ 19 വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ തന്നെ എനിക്ക് നല്ല രീതിയിൽ പ്രപ്പോസൽ വരാൻ തുടങ്ങി. പക്ഷെ എനിക്കെന്ന് പറയുന്നത്, പ്രപ്പോസൽ വരും, പക്ഷെ വീണ്ടും അവർക്ക് മനസ്സിലാവും ഈ പെണ്ണ് സൗന്ദര്യം മാത്രമേ ഉള്ളൂ. കാരണം അപ്പൊ അവർക്ക് ഒരു ഫ്രീഡം ഇല്ല. നേരിട്ട് കാണാൻ പറ്റത്തില്ല, നേരിട്ടൊന്ന് കോൾ ചെയ്യാൻ പറ്റത്തില്ല, ഒന്നിനും പറ്റത്തില്ല. ജസ്റ്റ് ഒന്ന് മെസ്സേജ്, അതും അമ്മ വന്ന് ഫോൺ പിടിച്ചാക്കി പോകും. അതുകൊണ്ട് തന്നെ എനിക്കിത് ഭയങ്കര ശല്യമായിരുന്നു. എനിക്കിത് എങ്ങനെയെങ്കിലും മാറ്റണം. അതായത്, എന്തുവാ ഒരു വീട്ടിൽ തന്നെ അടച്ചിടിച്ച്, അതായത് ഞാൻ നല്ല സൗന്ദര്യം ഉണ്ടെന്ന് അവർക്കറിയാം. അതുകൊണ്ട് തന്നെ എൻ്റെ പിറകെ വലിയ വലിയ ആണുങ്ങൾ, എനിക്കിപ്പോ 19 വയസ്സാണെങ്കിൽ എൻ്റെ പിറകെ നടക്കുന്നത് 25, 26 വയസ്സ്, 22 വയസ്സുള്ള ആൾക്കാരാണ്. കാരണം 19, 18 വയസ്സുള്ള പിള്ളേർക്ക് എൻ്റെ അച്ഛനെ കുറിച്ച് നല്ല പാലറിയാം. അതുകൊണ്ട് തന്നെ എൻ്റെ അമ്മയെ കുറിച്ച് അറിയാം. അതുകൊണ്ട് അവർ ആരും എൻ്റെ പിറകെ വരാറുണ്ടായിരുന്നില്ല. ഒരു 21, 22, 23, 24, 25 ഈ ഏജിലായിരുന്നു എൻ്റെ കൂടുതൽ പിറകെ വരുന്നത്. അതായത്, എനിക്ക് ഒരു പേപ്പറിൽ നമ്പർ എഴുതി തരും, ഇൻസ്റ്റാഗ്രാം ID ഒക്കെ എഴുതി തരും. ഞാൻ അപ്പം തന്നെ ചാടും. കാരണം എനിക്കറിയാം, എനിക്ക് 2 ലവ് ഉണ്ടായിരുന്നു. 2 ലവ് എന്ന് പറയുന്നത്, അത് എന്താന്ന് വെച്ചാല്, എനിക്ക് എന്തായാലും എനിക്ക് മെസ്സേജ് അയക്കാൻ പറ്റത്തില്ല, എനിക്ക് കോള് നേരെ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് അവർ തന്നെ അവർക്ക് ഭ്രാന്തായി എന്നെ ഒഴിവാക്കി പോവുകയാണ്. സാരില്ല, സോറി, നമുക്കിത് നിർത്താൻ, എനിക്ക് പറ്റുന്നില്ല, നിന്നെ കുറിച്ച് മാത്രം ചിന്ത, നീ ആണെങ്കിൽ ഓൺലൈനിൽ വരുന്നില്ല, നമുക്കിത് നിർത്താം എന്ന് പറഞ്ഞ് എന്നെ വിട്ട് എല്ലാവരും പോകുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ലവിനോടും താല്പര്യം ഉണ്ടായിരുന്നില്ല. ഒരു ദിവസം പെട്ടെന്ന് ഒരു ഉത്സവത്തിന്റെ അന്ന് ഞാൻ അമ്മാമ്മയുടെ വീട്ടിൽ നിന്നു. അപ്പൊ എനിക്ക് മനസ്സിലായി അവിടുത്തെ സാഹചര്യം. അതായത്, ഉത്സവം കഴിഞ്ഞ് ഞാൻ അമ്മാമ്മയുടെ വീട്ടിലായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ അമ്മയും അച്ഛനും ഉണ്ടായിരുന്നില്ല. അമ്മാവനും ഞാനും മാത്രമായിരുന്നു, വേറെ ആരും ഉണ്ടായിരുന്നില്ല. അപ്പൊ എനിക്ക് മനസ്സിലായി ഈ വീട്ടിൽ എന്ന് പറയുന്നത് നല്ല ഫ്രീഡം ഉണ്ടായിരുന്നു. അന്ന് ഞാൻ എന്നെ പ്രപ്പോസ് ചെയ്ത എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പയ്യനെ ഞാൻ അന്ന് നല്ല രീതിയിൽ മെസ്സേജും കോളും ഒക്കെ തന്നെ ചെയ്തു. അമ്മമ്മ വരുമ്പോ ഇടയ്ക്ക് കോള് കട്ട് ചെയ്യുന്നെങ്കിലും 2 മണിക്കൂർ 3 മണിക്കൂർ ഞാൻ നല്ല രീതിയിൽ സംസാരിച്ചു. അന്ന് എനിക്ക് മനസ്സിലായി അമ്മാമ്മയുടെ വീട്ടിൽ നല്ല ഫ്രീഡം ഉണ്ട് എന്നുള്ള കാര്യം. പക്ഷെ അന്ന് എനിക്ക് അവനെ വീട്ടിലൊന്നും കയറ്റാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ആ കാര്യം എൻ്റെ മനസ്സിൽ നല്ല രീതിയിൽ നടന്നുകൊണ്ടേയിരുന്നു. പെട്ടെന്നായിരുന്നു എൻ്റെ അമ്മ പ്രഗ്നന്റ് ആവുന്നത്. അങ്ങനെ എൻ്റെ അച്ഛൻ നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് തീരെ ഫ്രീഡം ഉണ്ടായിരുന്നില്ല. അച്ഛൻ വരുമ്പോൾ എനിക്ക് ഒരു ഫോണും കൂടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തീരെ ഫ്രീഡം ഇല്ലാതായി. അങ്ങനെ പെട്ടെന്നായിരുന്നു എൻ്റെ അമ്മാമ്മക്ക് ഒട്ടും കഴിയാതെ വന്നത്. അങ്ങനെ ഞാൻ ഉത്സവത്തിനൊക്കെ അവിടെ നിൽക്കുന്നത് എൻ്റെ അമ്മക്ക് അറിയാം. അപ്പൊ അമ്മ മനസ്സിലായി അമ്മക്ക് എനിക്ക് അവിടെ നിൽക്കാൻ പറ്റും എന്നുള്ള കാര്യം. ഫസ്റ്റ് ഫസ്റ്റ് ഞാൻ എവിടെ നിൽക്കാൻ പോവാറുണ്ടായിരുന്നില്ല. കാരണം എനിക്ക് എൻ്റെ വീട് മാത്രമേ ശരിയാവത്തുണ്ടായിരുന്നുള്ളൂ. അപ്പോഴായിരുന്നു എനിക്ക് വിഷ്ണു എന്ന് പറഞ്ഞ് ഒരു പയ്യനെ സെറ്റ് ആവുന്നത്, അതായത് ലവ് ആവുന്നത്. അപ്പോ ഞാൻ വിചാരിച്ചു, പെട്ടെന്നായിരുന്നു എൻ്റെ അമ്മാമ്മക്ക് സുഖമില്ലാതാവുന്നത്, അതായത് കഴിയാതെ. അപ്പോൾ എൻ്റെ അമ്മക്ക് ഒട്ടും തന്നെ നോക്കാൻ പറ്റത്തില്ല. കാരണം എന്താന്ന് വെച്ചാല്, നിങ്ങൾക്കറിയാലോ, എൻ്റെ അമ്മ പ്രഗ്നന്റ് ആണ്. എൻ്റെ അമ്മയാണ് വേറെ ആള് നോക്കേണ്ടത്. അപ്പൊ എൻ്റെ അമ്മയ്ക്ക് ഒരിക്കലും എൻ്റെ അമ്മയുടെ അമ്മയെ നോക്കാൻ പറ്റത്തില്ല. അപ്പൊ എന്നോട് പറഞ്ഞു, നീ അവിടെ കുറച്ച് ദിവസം നിൽക്കുക എന്നുള്ള കാര്യം. അങ്ങനെ ഞാൻ വിചാരിച്ചു, നല്ല ചാൻസ് ആണ്, അച്ഛൻ പുതിയ ഫോണും കൊണ്ടുവന്നിട്ടുണ്ട്, അതായത് അമ്മാമ്മ സിമ്മും തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എനിക്ക് അവൻ റീചാർജ് ആക്കി തന്നു. ഒരു സിമ്മും അമ്മാമ്മയുടെ ഒരു സിമ്മും ഞാൻ എടുത്തു. അമ്മാമ്മക്ക് കഴിയുന്നില്ലല്ലോ. അമ്മാമ്മ എന്ന് പറയുന്നത് കിടപ്പിലായി. ഞാനായിരുന്നു അമ്മാമ്മനെ നോക്കാറുണ്ടായിരുന്നത്. എഴുന്നേറ്റ് ബാത്റൂമിൽ പോവും, പിന്നെ അവിടെ തന്നെ കിടക്കും. അങ്ങനെ ഞാൻ എനിക്ക് നല്ല ചാൻസ് ആയി. ഞാൻ അവിടെ നിന്ന് നല്ല രീതിയിൽ കോൾ ചെയ്യാൻ തുടങ്ങി. വിഷ്ണുവിനും ഒക്കെ തന്നെ കോൾ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ പെട്ടെന്ന് ഒരു ദിവസം അമ്മ പിടിച്ചു. അതായത്,
അമ്മ കോള് ചെയ്യുമ്പോൾ പാതിരാത്രി 12 മണിക്ക് ഞാൻ മറ്റൊരു കോളിൽ. അങ്ങനെ അമ്മ ചോദിച്ചു, നീ ആർക്കാ വിളിക്കുന്നുണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അത് അമ്മാമ്മക്ക് മനസ്സിലായി. അങ്ങനെ അമ്മാമ്മ പറഞ്ഞു, ഡി അത് നിന്റെ മകളല്ല, അമ്മാമ്മ എനിക്ക് സപ്പോർട്ട് തന്നു, അതായത് അവളല്ല വിളിച്ചത്, ഞാനാണ് വിളിച്ചത് എന്ന് പറഞ്ഞ് അമ്മാമ്മ സപ്പോർട്ട് ചെയ്തു. ഈ അമ്മ വിളിച്ചത് ഞാൻ അറിയുന്നത് പിറ്റേ ദിവസം രാവിലെ ആയിരുന്നു. കാരണം ആ കോളിൽ ബിസി ബിസി എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അമ്മാമ്മ ഫോൺ പിടിച്ച് സിമ്മ് പിടിച്ചാറ്റി, എനിക്ക് സിമ്മ് താ എന്ന് പറഞ്ഞു, നീ ജസ്റ്റ് ഫോൺ മാത്രം എടുത്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ വിഷ്ണു എനിക്ക് സിമ്മ് വാങ്ങിച്ചു തന്നു. അങ്ങനെ നമ്മൾ രണ്ടുപേരും ആരും അറിയാണ്ട്, അമ്മാമ്മ കടത്തത്തിലാണല്ലോ, എനിക്ക് ഇപ്പുറത്ത് നിന്നും എന്ത് ചെയ്താലും അറിയാൻ പോകുന്നില്ല. അങ്ങനെ ഞാൻ ഇവന് നല്ല രീതിയിൽ കോളും വീഡിയോ കോളും ഒക്കെ തന്നെ ചെയ്യുമ്പോൾ അവൻ പറഞ്ഞു, നമ്മൾക്ക് ഇങ്ങനെ കോളും വീഡിയോ കോളും മാത്രം ചെയ്താൽ മതിയോ, നേരിട്ട് കാണാം. അപ്പൊ ഞാൻ ചോദിച്ചു, അതെങ്ങനെ? എനിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് റിസ്ക് ആണ്. കാരണം എന്ന് വെച്ചാൽ പെട്ടെന്ന് അമ്മാമ്മക്ക് എന്തെങ്കിലും ആയാൽ ആരില്ലല്ലോ വീട്ടിൽ, അതുകൊണ്ട് എനിക്ക് വീട്ടിൽ എങ്ങനെ ഇറങ്ങാൻ പറ്റത്തില്ല. അപ്പൊ വിഷ്ണു പറഞ്ഞു, എന്നാ ഞാനൊരു ഐഡിയ പറയാം. ഞാൻ ചോദിച്ചാൽ എന്താ? ഞാൻ വീട്ടിൽ കയറി. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, വിഷ്ണു അതൊക്കെ വേണം. അപ്പൊ വിഷ്ണു പറഞ്ഞു, നീ ഒന്നും കൊണ്ട് പേടിക്കണ്ട, എല്ലാം ഞാൻ സെറ്റാക്കാം. നിന്റെ അമ്മാവക്ക് നടക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം ഉറപ്പല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞു, അത് ഉറപ്പാണ്, ഒരിക്കലും നടന്ന് ഹാളിലോട്ടേക്കൊന്നും ഒരിക്കലും വരത്തില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ കിടക്കുന്ന റൂമിൽ AC ഉണ്ട്. അവൻ പറഞ്ഞു, AC-ലൊക്കെ ആയി നമുക്ക് നല്ല രീതിയിൽ അന്ന് കിടക്കാം, കിടന്നുറങ്ങാം എന്ന് പറഞ്ഞു. ഞാനാണെങ്കിൽ നല്ലൊരു ഭംഗിയുള്ള പെൺകുട്ടിയും, ആരും തന്നെ ഇന്നേ വരെ എന്റെ മുറികളൊന്നും തുറന്നിട്ടുണ്ടായിരുന്നില്ല, എന്റെ എല്ലാം അടച്ച മുറികളായിരുന്നു. അപ്പൊ ഞാൻ വിഷ്ണുവിനോട് പറഞ്ഞു, എനിക്ക് പേടിയാവുന്നു, എന്നെ ഒന്നും ചെയ്യരുത്, എനിക്ക് പ്രോമിസ് ഇതാ എന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു, ഞാൻ ആദ്യം ഒന്ന് അവിടെ വരട്ടേടി എന്ന് പറഞ്ഞിട്ടാകുമ്പോ ഞാൻ വിചാരിച്ചു, ആ ഓക്കെ നീ വാ എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ അവിടെ വീട്ടിൽ നിന്ന് ഇറങ്ങി. എനിക്കാണെങ്കിൽ നല്ല ടെൻഷൻ ഉണ്ട്, എന്താണെന്ന് അറിയത്തില്ല. അപ്പോൾ ചുറ്റുഭാഗത്തൊന്നും ആരും ഉണ്ടായിരുന്നില്ല. അന്ന് അവിടെ അമ്പലത്തിൽ പരിപാടി ആയതുകൊണ്ട് തന്നെ നാട്ടിലൊന്നും ആരും ഉണ്ടായിരുന്നില്ല. അങ്ങനെ പെട്ടെന്ന് ഞാൻ വെള്ളമൊക്കെ കുടിച്ച് ഡ്രസ്സൊക്കെ മാറ്റി കുളിച്ച് വൃത്തിയായി ഞാൻ വിഷ്ണുവിനെ വെയിറ്റ് ചെയ്തു. അപ്പോഴേക്കും ഞാൻ അമ്മാമ്മയുടെ റൂമിൽ പോകുമ്പോൾ അമ്മാമ്മ നല്ല ഉറക്കായിരുന്നു, വീട് മുഴുവൻ ഇരുട്ടായിരുന്നു. പെട്ടെന്ന് അവന് ഈ ഡോറ് തുറക്കുക എന്ന് പറഞ്ഞ് എനിക്ക് മെസ്സേജ് അയച്ചു. ഞാൻ വേഗം തന്നെ ആ ഡോറ് തുറന്നു. അങ്ങനെ അവന്റെ കൈ പിടിച്ച് അവനെ ഞാൻ അകത്തോട്ട് കയറ്റി എൻ്റെ റൂമിലിരുത്തി. വേഗം തന്നെ വന്ന് ഞാൻ ആ ഡോറ് വീണ്ടും കുറ്റിയിട്ടു. അങ്ങനെ ഞാൻ വീണ്ടും അമ്മാമ്മയുടെ കൂടെ പോയി. അമ്മാമ്മ വീണ്ടും നല്ല ഉറക്കായിരുന്നു. ഞാൻ അങ്ങനെ വേഗം തന്നെ ഞാൻ അവന് വരുമ്പോഴൊക്കെ റൂമൊക്കെ AC ഇട്ട് നല്ല തണുപ്പിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവൻ വന്നു, റൂമൊക്കെ ലോക്ക് ചെയ്തു. ഞാൻ അമ്മാമ്മയോട്, അമ്മാമ്മ വള്ളി ഇവിടെ വെച്ചിട്ടുണ്ട്, ഞാൻ ഉറങ്ങട്ടെ എന്ന് ചോദിച്ചു. അമ്മാമ്മ ഉറങ്ങിക്കോളൂ, ഫോണൊന്ന് വിളിക്കല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞില്ല, ഫോൺ വിളിക്കില്ല, ഫോൺ ഇന്നാ ഇവിടെ വെച്ചോ എന്ന് പറഞ്ഞു. അങ്ങനെ ഫോൺ അമ്മാമ്മയുടെ റൂമിൽ തന്നെ അമ്മാമ്മയെ കൂടെ വെച്ചിട്ട് ഞാൻ വീണ്ടും കിടന്നുറങ്ങി. അങ്ങനെ വിഷ്ണു പറഞ്ഞു, നമ്മൾ ഇങ്ങനെ ഉറങ്ങിയാൽ മാത്രം മതിയോ? ഞാൻ പറഞ്ഞു, പിന്നെ ഒന്ന് മിണ്ടാണ്ട് കിടക്കണം എന്ന് പറഞ്ഞ് നമ്മൾ രണ്ടുപേരും AC-യിൽ പുതപ്പൊക്കെ ഇട്ട് കിടക്കുമ്പോൾ പെട്ടെന്ന് വിഷ്ണു ആള് മാറി. അതായത് അവന് മനസ്സിലായി, എന്തായാലും നല്ല സൗന്ദര്യമുള്ള ഒരു പെണ്ണാണ് എൻ്റെ കൂടെ ഉള്ളത്. അവൻ എന്നെ സ്വന്തം പെണ്ണിനെ പോലെയാണ് കാണുന്നത്. അവൻ എന്നോട് പറഞ്ഞു, നീ എൻ്റെ സ്വന്തം പെണ്ണാണ്, ഞാൻ നിന്നെ വിവാഹം കഴിച്ചതുപോലെയാണ് ഞാൻ നിന്നെ കാണുന്നത്, അതുകൊണ്ട് നീ ഒന്നും പേടിക്കണ്ട, ഞാൻ നിന്റെ കൂടെ എപ്പോഴും ഉണ്ടാവും, നീ എന്നെ വിശ്വസിക്കണം എന്ന് പറയുമ്പോൾ എൻ്റെ കൺട്രോള് പോവുകയാണ്. ഞാൻ പിന്നെ അവന് വേണ്ട എല്ലാ കാര്യങ്ങളും അങ്ങ് കണ്ണടച്ച് ചെയ്തു കൊടുത്തു. അന്ന് ആ റൂമിൽ മുഴുവനും ചോരക്കളിയായിരുന്നു. അപ്പൊ ഇതുപോലുള്ള കഥകൾ നിങ്ങൾക്ക് പച്ചക്ക് കേൾക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾ എല്ലാവരും ഡൗട്ടായിരിക്കും, ഈ വാട്സപ്പ് നമ്പർ എന്തിനാണ് ഇവിടെ കൊടുത്തതെന്ന് അറിയുന്നത്. ഈ വാട്സപ്പ് നമ്പർ എന്ന് പറയുന്നത് ഇതുപോലുള്ള കഥകൾ നിങ്ങൾക്ക് പച്ചക്ക് കേൾക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ നമ്പറിൽ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. കഥകൾ മാത്രമല്ല, വീഡിയോ കോള്, വീഡിയോസ്, ഫോട്ടോസ്, ഗേൾസ് ചാറ്റിംഗ് ഒക്കെ തന്നെ ഉണ്ട്. 500 രൂപ പേ ചെയ്യണം, ഫ്രീ ആയിട്ടല്ല. നിങ്ങൾ എനിക്ക് വാട്സപ്പിൽ ഹേ എന്ന് ഇടുമ്പോൾ ഞാനൊരു സ്കാനർ ഇടും, അതിലോട്ട് 500 രൂപ പേ ചെയ്താൽ മാത്രമേ ഞാൻ വീണ്ടും മെസ്സേജ് അയക്കുകയോ ഒക്കെ തന്നെ ചെയ്യും. അല്ലാണ്ട് എന്നോട് എന്നെ പ്രേമിക്കണം, എന്നെ അങ്ങനെ കഴിക്കണം എന്ന് പറഞ്ഞിട്ടൊന്നും മെസ്സേജ് അയക്കരുത്. ഞാനൊരു സർവീസാണ് ചെയ്യുന്നത്. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ഞാൻ തരുന്ന സ്കാനറിൽ 500 രൂപ പേ ചെയ്താൽ നിങ്ങളെ ഉടനെ ഒരു ഗ്രൂപ്പിൽ ആഡ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് എന്നോട് മെസ്സേജ് അയക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ മെസ്സേജ് അയക്കാം. വീഡിയോ കോൾ താല്പര്യം ഉണ്ടെങ്കിൽ വീഡിയോ കോളും ഒക്കെ തന്നെ അവൈലബിൾ ആണ്. 500 രൂപ മാത്രം പേ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് വാട്സപ്പിൽ കാണാം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.